ഹലോ മക്കേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഏറ്റവും അടിപൊളി കിടുവായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിക് കറണ്ട്, ധാരാവൈദ്യുതി. ആ ചാപ്റ്ററിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും, അത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത എന്ന ഭാഗമാണ്. ഈ ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് സെറ്റായിട്ട് പഠിക്കണം. കാരണം ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പരീക്ഷയ്ക്ക് ഓരോ പ്രോബ്ലങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റും അതിനോട് ചേർന്നിട്ട് ഒരു 3 പ്രോബ്ലം നമുക്ക് ചെയ്താലോ? നിങ്ങൾ റെഡിയാണോ? അങ്ങനെയൊക്കെ ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കുക. അപ്പൊ മാക്സിമം എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത. എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത എന്നാണ്. വൈദ്യുത പ്രവാഹ തീവ്രത നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു കുഞ്ഞു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവ്. ഒരു യൂണിറ്റ് സമയത്ത്, ഇതിപ്പോ ഒരു കണ്ടക്ടറാണ് വിചാരിക്കുക. കണ്ടക്ടർ എന്ന വൈദ്യുതി കടത്തിരുന്ന പദാർത്ഥം. ഇതിലൂടെ ഒരു യൂണിറ്റ് സമയത്തിൽ എത്ര ചാർജുകൾ ഒഴുകുന്നു അതിനെ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയാൻ പറ്റില്ലേ. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്, കണ്ടില്ലേ, ചാർജിന്റെ അളവ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, അതായത് ചാർജിന്റെ അളവ്, ഒരു യൂണിറ്റ് സമയം കൊണ്ട് എത്ര ചാർജ് ആ ചാലകത്തിലൂടെ കടന്നുപോയി എന്നത് മനസ്സിലാക്കുക. അതിനെ നമ്മൾ എന്താ പറയുക? ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത എന്നൊക്കെ പറയാം. സിമ്പിൾ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഒന്ന് വായിച്ചൊന്ന് കേൾക്കട്ടെ. ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവിനെ നമ്മൾ വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എന്താണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കണം. ഇക്വേഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാനൊരു പിരമിഡ് പോലെ വെച്ചിട്ടുണ്ട്. I എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ആണ്. Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, ചാർജിന്റെ അളവാണ്. T എന്ന് പറഞ്ഞാൽ അത് പ്രവഹിക്കാൻ എടുക്കുന്ന ഫ്ലോ ചെയ്യാനുള്ള ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ I ഈസ് ഈക്വൽ ടു എന്ത് പറയാം? Q/T. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എഴുതിയേക്കാം, I ഈസ് ഈക്വൽ ടു എന്ത് പറയാം? Q/T എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്താണ്? I ഈസ് ഈക്വൽ ടു Q/T. ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത കണ്ടെത്താൻ ഇക്വേഷൻ എന്ത് പറയണം? I ഈസ് ഈക്വൽ ടു Q/T. അപ്പൊ ഇനി ഇതിന്റെ യൂണിറ്റ് കൂടി നമുക്ക് കണ്ടെത്തണം. ചാർജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചാർജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ J എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് ചാർജിന്റെ യൂണിറ്റ്? കുളോം എന്നാണ്. ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താണ്? ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പോൾ കുളോം പെർ സെക്കൻഡിനെ നമ്മൾ പറയുന്ന പേര്, കുളോം പെർ സെക്കൻഡ് നമ്മൾ പറയുന്ന പേര് ആംപിയർ എന്നാണ് പറയുന്നത്. എന്താ പറയാ? ആംപിയർ എന്ന് പറയുന്നത്. അപ്പൊ I ഈസ് ഈക്വൽ ടു Q/T. I ഈസ് ഈക്വൽ ടു Q/T. അപ്പോൾ കുളോം പെർ സെക്കൻഡിന് നമുക്ക് എന്ത് പറയാം? ആംപിയർ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് ആംപിയർ എന്ന് ഓർത്തേക്കുക. ആംപയർ ഓർ ആംപിയർ എന്നൊക്കെ പറയാം കേട്ടോ. അതിനെ നമ്മൾ ക്യാപിറ്റൽ A എന്നോട് സൂചിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇതിനെ ബേസ് ചെയ്തിട്ട് ഏത് രൂപത്തിലും ചോദ്യം വരാം. ഇനി അപ്പൊ I ഈസ് ഈക്വൽ ടു Q/T എന്ന് എഴുതി. അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കട്ടെ, ചില സമയത്ത് നമ്മൾ T കാണാൻ പറയും. അപ്പൊ T ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? Q/I എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ Q ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? I ഇൻറ്റു T എന്ന് എഴുതാം. അപ്പൊ ഈ 3 ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ I ഈസ് ഈക്വൽ ടു Q/T. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ചാർജ് ഒഴുകുന്നു അതിനെ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംപിയർ എന്ന് ഓർത്ത് വയ്ക്കുക. ഈ ആംപിയർ എന്ന് പറഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അമ്മീറ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു ഉപകരണം കണ്ട് ഇതിനകത്ത് A അടയാളപ്പെടുത്തിയാൽ അത് അമ്മീറ്റർ ആണ്. V അടയാളപ്പെടുത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട് വോൾട്ടിമീറ്റർ, പൊട്ടൻഷ്യൽ വ്യത്യാസം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് വെച്ചാൽ അത് വോൾട്ടിമീറ്റർ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടില്ലേ. അപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് അമ്മീറ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഈ ഒരു ആദ്യത്തെ ചെറിയൊരു സംഭവം ശരിക്കും ഓർത്ത് വയ്ക്കുക. ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ആണ്, ഒന്നുമില്ലാതെ എന്താണ്? ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ചാർജ് ഒഴുകുന്നു അതിനെ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയാം. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംപിയർ എന്ന് ഓർത്ത് വയ്ക്കുക. ക്യാപിറ്റൽ A എന്നോട് സൂചിപ്പിക്കുന്നു. അതിന്റെ ആ ഒരു അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് വെച്ചാൽ അത് അമ്മീറ്റർ ആണ്. ഇതിന്റെ പ്രതീകം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ A നടപ്പെടുത്തിയാൽ അത് അമ്മീറ്റർ ആയി. ഒരു റൗണ്ട് വരച്ചിട്ട് V നടപ്പെടുത്തി അത് വോൾട്ടിമീറ്റർ ആയി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയണം. അപ്പൊ I ഈസ് ഈക്വൽ ടു Q/T. I ഈസ് ഈക്വൽ ടു എന്താണ്? Q/T. അങ്ങനെയെങ്കിൽ T ഈസ് ഈക്വൽ ടു Q/I. അങ്ങനെയെങ്കിൽ Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു T. ഇത് മൂന്നും വെച്ച് നമ്മൾ എന്ത് ചെയ്യും? പ്രോബ്ലം ചെയ്യും. റെഡിയാണോ നിങ്ങൾ? ഞാൻ റെഡിയാണ്. അങ്ങനെയൊക്കെ നോക്കിയോളൂ. ആദ്യത്തെ ചോദ്യം ഇതൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ.
എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കുക. ഒറ്റ തവണ എന്ത് ചെയ്യുക, എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് ഞങ്ങൾ കയ്യിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക. സിമ്പിളാണ്, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം. എന്താ തന്നിട്ടുള്ളത്? ഒരു ചാലകത്തിലൂടെ 10 കുളോം ചാർജ് ഒഴുകാൻ 5 സെക്കൻഡ് സമയം എടുക്കുന്നെങ്കിൽ കറണ്ട് എത്ര? കണ്ടില്ലേ? ഇഫ് 10 കുളോം ഓഫ് ചാർജ് ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ഇൻ 5 സെക്കൻഡ് വാട്ട് ഈസ് ദ കറണ്ട്? തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക. ക്യൂ എന്ന് പറഞ്ഞാൽ 10 കുളോം ചാർജ്, ടി എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ ഐ കണ്ടെത്തണം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഇത് കണ്ട ആരും പേടിക്കേണ്ടത് ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ക്യൂ എന്ന് പറഞ്ഞാൽ 10 കുളോം ബൈ ടൈം എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ്. 5ന് 10ന് 5 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം എത്ര കിട്ടുക, 2 കിട്ടി. അത്രയും ആംബിയർ കുളോം പെർ സെക്കൻഡ് എന്ന് എഴുതണ്ട, പകരം നിങ്ങൾ ഇവിടെ എന്ത് എഴുതണം? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. എഴുതണ്ടേ? ആംബിയർ എന്ന് എഴുതിയേക്കുക. ആദ്യത്തെ പ്രോബ്ലം സിമ്പിൾ അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റൂലേ? ഐയും ടിയും ഐ കണ്ടെത്താൻ ക്യൂവും ടിയും നമുക്ക് തരും ക്വസ്റ്റ്യനിൽ. അപ്പോൾ സിമ്പിളായിരുന്നു. ഇത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യമാണ്. അത് അതേപോലെ നമ്മൾ ചെയ്തു. ഇപ്പോൾ ഇത് സിമ്പിൾ ആണല്ലോ. ഇനി അങ്ങനെയെങ്കിൽ അടുത്തൊരു പ്രോബ്ലം. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്ന് നോക്കി നോക്കൂ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? ഇഫ് എ കറണ്ട്, പടച്ചോനെ സാറേ ഇതെങ്ങനെ കറണ്ട് ആദ്യം തന്നു, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒന്നും പേടിക്കേണ്ട, നോക്കിയോളും. ഇഫ് എ കറണ്ട് 1.5 ആംബിയർ ഫ്ലോ ത്രൂ എ കണ്ടക്ടർ 3 സെക്കൻഡ്, അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് പാസ് ത്രൂ ദ കണ്ടക്ടർ. അപ്പൊ ഇവിടെ ചാർജാണ് കണ്ടത്, അത്രേ ഉള്ളൂ. എന്താണ്? ഒരു ചാലകത്തിലൂടെ 1.5 കറണ്ട് 3 സെക്കൻഡ് പ്രയോഗിക്കുന്നെങ്കിൽ ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവ് കണ്ടെത്തുക, അത്രേ ഉള്ളൂ. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടാണ്, ഒന്നുമില്ല. ഐ എന്ന് പറയണ്ട. ഐ ഈസ് ഈക്വൽ ടു എന്താണ്? 1.5 ആംബിയർ. ഇനി ടൈം നമുക്ക് തന്നു 3 സെക്കൻഡ് നമുക്ക് ടൈം തന്നു. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താണ് കണ്ടെത്തേണ്ടത്? ക്യൂ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ക്യൂ കണ്ടെത്താൽ ഇക്വേഷൻ എന്താണ്? ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞു ഓർമ്മട്ടോ. ഇങ്ങനെ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അങ്ങനെയെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അപ്പൊ ക്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? ഐ ഇൻറ്റു ടി അല്ലേ? എന്താണ്? ഐ ഇൻറ്റു ടി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എഴുതിയേക്കട്ടെ, കളർ ഒന്ന് മാറ്റി പിടിക്കട്ടെ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ്. അങ്ങനെയെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഇതിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഐ ഇൻറ്റു ടി എന്ന് വരും. ഐ എന്ന് പറഞ്ഞാൽ എത്ര? 1.5 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ്. 15ന് 3 കൊണ്ടൊരു ഗുണിക്കുക, എന്നിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. 3 5 15 5, ബാക്കി 5, ബാക്കി 1, ഒരു 3 45 എന്ന് വരും അല്ലേ? എത്ര കിട്ടിയത്? 40. ഒന്നുമില്ലടാ, ഇവിടെ സൈഡിൽ ഗുണിച്ചു നോക്കുക. 15ന് 3 കൊണ്ട് ഗുണിക്കുക. 3 5 15 5, ബാക്കി 1, ഒരു 3 4, 45. ശരിക്കും 15നെ കൊണ്ടാണ് ഗുണിക്കേണ്ടത്, അല്ല. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 4.5 കുളോം. 4.5 കുളോം. അപ്പൊ ഈ പ്രോബ്ലം സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു? ഇത് 3 കൂടി ഉൾപ്പെടുന്നു. പരീക്ഷയ്ക്ക് ഇപ്പൊ നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. ഇനി ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ എക്സാമിന് നമുക്ക് അങ്ങനെയാണല്ലോ വരും, എപ്പോഴും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തി. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റണം. ഈ ഇക്വേഷൻ പഠിച്ച് ചെയ്തൂടെ? ഇതാ നോക്കിക്കോളൂ. എന്താണ്? ആൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ക്യാരിങ് എ ചാർജ് 120 കൂളം ഇൻ 6 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ എ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് കറണ്ട്, ഐ കണ്ടെത്തണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മച്ച് ചാർജ് വിൽ ഫ്ലോ 10 സെക്കൻഡ് ദ സെയിം കറണ്ട് കണ്ടിന്യൂസ്. ഒരു 10 സെക്കൻഡ് ഇതേ ചാർജിന് ഒഴികെ അവിടുത്തെ കറണ്ട് കണ്ടിന്യൂസ് കറണ്ട്. ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ടു പാസ് 300 കൂളം ദ ചാർജ് വിത്ത് കറണ്ട് അല്ലേ? അപ്പം ഇങ്ങനെ 3 ചോദ്യങ്ങൾ നമുക്ക് ഒരു ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ട് 3 ചോദ്യങ്ങൾ ഉണ്ടാകും. 3 ചോദ്യം നമ്മൾ ഒരുമിച്ച് ചെയ്യണം. നോക്കിക്കോളും. വൈദ്യുതചാലകത്തിലൂടെ 6 സെക്കൻഡ് സമയത്ത് 120 കൂളം ചാർജ് ഒഴുകുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ വൈദ്യുത പ്രവാഹ തീവ്രത കണക്കാക്കുക. അപ്പൊ എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐ കറണ്ട് കണ്ടെത്തണം. ഐ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞു തരും. എന്താണ് ഇക്വേഷൻ? ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 120 കൂളോം. അപ്പൊ ഞാൻ ഇവിടെ 120 എന്ന് കൊടുത്തു. ബൈ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 6 സെക്കൻഡ്. അപ്പൊ ഇവിടെ ആൻസർ കിട്ടി. എത്ര കിട്ടിയത്? എടാ സിമ്പിൾ അല്ല. എന്താണ്? 6ഉം 12ഉം വെട്ട 6 6 ഒരു പ്രാവശ്യം, 12 2 പ്രാവശ്യം. അപ്പൊ 2 0 20. 2 0 പറഞ്ഞാൽ 0, 2 × 0 0 എഴുതിയൊക്കെ എടുത്തിട്ടോ, 20 എഴുതുക. അപ്പൊ അത്രയും ആംബിയർ. ആദ്യത്തെ ചോദ്യം സെറ്റാണോ? ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം സെറ്റാണ്. അപ്പൊ എ ക്വസ്റ്റ്യൻ കിട്ടി. കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? അതേ വൈദ്യുതി കറണ്ട് ഇപ്പൊ നമുക്ക് കിട്ടി, സെയിം കറണ്ട് ആണ്. ആണല്ലോ, ഫ്ലോ ത്രൂ സെയിം കറണ്ട് ത്രൂ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ്? ഇതേ കറണ്ട്, ഇതേ വൈദ്യുതി എന്ത് ചെയ്യുന്നു? അതേ വൈദ്യുതി 10 സെക്കൻഡ് തുടരുകയാണെങ്കിൽ ഒഴുകുന്ന ചാർജ് എത്ര? അപ്പൊ നമുക്ക് കാണേണ്ട എന്താണ്? ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ കാണണ്ടേ?
ചാർജാണ് കണ്ടത്. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് ഐ ഇൻറ്റു ടി. അപ്പോൾ അടുത്ത ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. അതേ ചാർജ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ അതേ ചാർജ്, അതേ കറണ്ട് തന്നെയാണ്. അപ്പോൾ നോക്കുക ചോദ്യത്തിലുണ്ടോ അതേ വൈദ്യുതി 10 സെക്കൻഡ് തുടരുകയാണെങ്കിൽ ചാർജ് എത്ര? അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അതേ കറണ്ട് പറഞ്ഞാൽ 20 കിട്ടി. കറണ്ട് 20 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ഇപ്പോൾ എത്രയാണ് 10 സെക്കൻഡ്. അപ്പോൾ 10. അപ്പോൾ 20 × 10 പറഞ്ഞാൽ നമുക്ക് കിട്ടി 200 കുളോം കിട്ടി. അപ്പോൾ അതും സിമ്പിൾ ആണല്ലോ. 200 കൂളോം കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ 200 കൂളോം കിട്ടി. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ടു പാസ് 300 കൂളോം ചാർജ് വിത്ത് കറണ്ട്. അതാണ് 300 കൂളോം ചാർജ് ഒഴുകാൻ വേണ്ട സമയം എത്ര? അപ്പോൾ ടൈമാണ് കാണേണ്ടത്. ടൈം കാണാൻ ഈ ടീനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അയ്യനെ താഴത്തേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ? ഹരിക്കണം എന്നുള്ള സമയത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം അല്ലേ? അത് മുകളിലേക്ക് പോകുമ്പോൾ ഐ താഴത്ത് തന്നാൽ മതി. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ടി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എന്ത് വരും? ഐ എന്ന് വരും. ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 കൂളോം ചാർജ്. അപ്പം 300 എന്ന് എഴുതി. ബൈ ഐ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 20 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 0 വെട്ടി 30/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 15 സെക്കൻഡ് എന്ന് കിട്ടി അല്ലേ? 30/2 അപ്പോൾ നോക്കൂ, ഒരേ ചോദ്യം. ഇതുവരെ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ എന്ത് ചെയ്തു? ഒന്നിച്ചടി ചെയ്തു. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ വരിക. അപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ചടി കാണുമ്പോൾ നിങ്ങൾക്ക് വായിക്കാനുള്ള ദേഷ്യവും അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു ടെൻഷനൊക്കെ തോന്നും. പക്ഷെ ഒന്നുമില്ല, സിമ്പിളാണ്. ശരിക്കും ക്വസ്റ്റ്യൻ വായിക്കുക, തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക, ഇക്വേഷൻ എന്താ നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എത്ര ഉള്ളൂ? ഈ ഇക്വേഷൻ ശരിക്കും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇക്വേഷൻ എന്ത് ചെയ്യുക? ശരിക്കും പഠിച്ചു വയ്ക്കുക. എന്താണ് നമ്മൾ ഇക്വേഷൻ? ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ടി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഐ. അങ്ങനെയെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. ഈ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് 3 പ്രോബ്ലം നമ്മൾ ചെയ്തു. അത് സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കും ഒരു കുഴപ്പം മനപ്രയാസം ബുദ്ധിമുട്ടുമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഗോഡ് ബ്ലസ് യു ബ്ലൂ ഹാർട്ട്.